ഹായ് ഡിയോസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു മെറ്റീരിയൽ കിറ്റുമായിട്ടാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോസ് ഇതിന് മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള ഹെയർ ബോ മേക്കിങ്ങിൻ്റെ ആക്സസറീസും അതുപോലെ തന്നെ മേക്കിംഗ് ക്ലാസ്സസും ഒക്കെ ഷെയർ ചെയ്യാറുണ്ട്. ഇനി മെറ്റീരിയൽസാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെങ്കിൽ ഒരുപാട് കിറ്റുകൾ അവൈലബിൾ ആണ്. അല്ലാതെയും മെറ്റീരിയൽസ്, ബീഡ്സും ഹെയർ ബോസും ഹെയർ ക്ലിപ്സും ഒക്കെ അവൈലബിൾ ആണ്. അതിന് വേണ്ടിയിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ക്യാപ്ഷനിലും കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക. മെസ്സേജ് ചെയ്താൽ മാത്രം മതി, കോൾ ചെയ്യേണ്ട. നിങ്ങൾക്ക് എന്തായാലും ഒരു ദിവസത്തിൻ്റെ ഉള്ളിൽ റിപ്ലൈ കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ പ്രൊഡക്റ്റ് അയക്കുക മെയിനായിട്ട് പോസ്റ്റ് ഓഫീസ് വഴിയാണ് അയക്കാറുള്ളത്. DTDC കൊറിയർ വഴിയും അയക്കാറുണ്ട്. പക്ഷേ വെയിറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ DTDC കൊറിയർ വഴിയാകുമ്പോൾ ഷിപ്പിംഗ് എക്സ്ട്രാ ചാർജ് വരും. ഓൾറെഡി നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഉണ്ട്. പക്ഷേ ഒരുപാട് വെയിറ്റ് വരുന്ന സമയത്ത് DTDC ആകുമ്പോൾ കുറച്ച് കൂടുതൽ വെയിറ്റ് ചാർജ് വരും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്, നമുക്ക് ഒരുപാട് എൻക്വയറി വന്നിട്ടുള്ള ഒരു കിറ്റാണ്. ന്യൂ ബോൺ ബേബീസിന് വേണ്ടിയിട്ടുള്ള ഹെയർ ബോയുടെ ഒരു കിറ്റ് ചെയ്യുമോ എന്നുള്ളത്. നമ്മൾ ഒരുപാട് കിറ്റുകൾ ചെയ്യാറുണ്ട്. അപ്പോൾ ന്യൂ ബോൺസിന് വേണ്ടിയിട്ടൊരു കിറ്റ് ചെയ്യുമെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കിറ്റുമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. നിങ്ങളുടെ മുന്നിലുള്ള ഇത്രയും ഐറ്റംസാണ് ഈ ഒരു കിറ്റിനകത്ത് വരിക. വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു കിറ്റിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്യുക കേട്ടോ. അപ്പോഴാണ് നിങ്ങൾക്ക് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെയാണ് ഡീറ്റെയിൽ എന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാനായിട്ട് പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇൻഡിപെൻഡൻസ് ഡേയുടെ കിറ്റിൻ്റെ കാര്യം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഗീവ് അവേ ഫ്രീ കിറ്റ്, പിന്നെ നമ്മുടെ നെറ്റ്വർക്കിൻ്റെ പ്രശ്നം, അതൊക്കെ കാരണം നമുക്ക് അറേഞ്ച് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണമാണ് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ അടുത്ത് ബീഡ്സ് അവൈലബിൾ ആണ് സെയിം ഷെയ്ഡിൽ. പക്ഷേ ഫ്ലവേഴ്സും കാര്യങ്ങളൊന്നും ഇപ്പോൾ നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ അല്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു കിറ്റിനകത്ത് എന്തൊക്കെ വരണമെന്നുള്ളത് ആദ്യം പറയാം. ന്യൂ ബോൺസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമുക്ക് വരുന്നത് നൈലോൺ ബാൻഡ്സ് തന്നെയാണ്. ക്വാളിറ്റിയുള്ള നൈലോൺ ബാൻഡ്സാണ്. അത്യാവശ്യം വീതി വരുന്ന, അത്യാവശ്യമല്ല, നമ്മളിത് സെയിൽ ചെയ്യാറുള്ളത് ഒരു പീസിന് 16 രൂപ റേറ്റിനാണ്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, ഷോപ്പിലെ റേറ്റ് കുറവാണല്ലോ, വേറെ സ്റ്റോറിലെ റേറ്റ് കുറവാണല്ലോ എന്നുള്ളത് ചോദിക്കാറുണ്ട്. പക്ഷേ നമ്മളിത് ഇത്രയും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള നൈലോൺ ബാൻഡ്സാണ് സെയിൽ ചെയ്യാറുള്ളത്. എത്ര വേണമെങ്കിലും സ്ട്രെച്ച് ആവും. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ 8 പീസാണ് ഉണ്ടാവുക, 8 കളറിൽ വരുന്നത്. ഓക്കെ, കളറ് സെയിം ആയിരിക്കും എന്ന് ഞാൻ പറയില്ല. ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചേഞ്ച് വരും. ചിലപ്പോൾ പീച്ചിന് പകരം ലാവൻഡറിന് പകരം പീച്ചോ, അങ്ങനെ കോമൺ ഷെയ്ഡ്സ് തന്നെ ആയിരിക്കും എന്തായാലും ഉണ്ടാവുക കേട്ടോ. അതിനുശേഷം അതായത് 8 പീസ്, ഇവിടെ 4 പീസ് ഉണ്ട്, ഇവിടെ 4 പീസ് ഉണ്ട്, അങ്ങനെ ടോട്ടലി 8 പീസ് എന്താ പറയുക നൈലോൺ ബാൻഡ്സ് ഉണ്ടാവും. അതിനുശേഷം ഇതുപോലെയുള്ള 2 ലെതർ ഷീറ്റ്സിൻ്റെ കട്ടുണ്ടാവും. അതായത് നിങ്ങൾക്ക് ഒരു സിമ്പിൾ ബോ ചെയ്യാൻ, ന്യൂ ബോൺസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഹെവി ആയിട്ടുള്ളതൊന്നും ചെയ്യില്ലല്ലോ. നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഗ്ലിറ്റർ, നിങ്ങൾ ഫോം ഷീറ്റ് ഉപയോഗിക്കുമ്പോൾ ചില ടൈപ്പ് ഗ്ലിറ്റർ ഇളകിപ്പോരും. ഇതിപ്പോൾ സീക്വൻസാണ് ഇതിൽ, പക്ഷേ ഇതൊന്നും ഇളകിപ്പോരില്ല എത്ര റഫായിട്ട് ഉപയോഗിച്ചാലും. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ടൊരു സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ ബോ ചെയ്യാനുള്ള അത്രയും ക്വാണ്ടിറ്റിയിലാണ് 2 പീസ് ഗ്ലിറ്റർ ലെതർ ഷീറ്റ്സ് ഉണ്ടാവുക. 2ഉം ലെതർ ഷീറ്റ്സ് ആണ് കേട്ടോ, ഗ്ലിറ്റർ ഫോം ഷീറ്റ്സ് അല്ല, ലെതർ ഷീറ്റ്സ് ആണ്. ഇനി അടുത്ത ഐറ്റം വരുന്നത് ഫ്ലവേഴ്സ് എന്ന് പറയുമ്പോൾ ഇതൊരു ടൈപ്പ് ഓഫ് ക്ലോത്ത് ഫ്ലവറാണ്. നമ്മുടെ സ്റ്റോറിൽ നിങ്ങൾ ചോദിച്ച് ചിലപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ടാവില്ല, കാരണം നമ്മുടെ അടുത്ത് പല ഡിഫറെൻറ്റ് കളേഴ്സിൽ കുറച്ച് പീസസേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു കിറ്റിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അതാണ് കാറ്റലോഗിൽ ആഡ് ചെയ്തത്. ഇന്നിങ്ങനെ 2 കളറിൽ വരുന്ന ഫ്ലവർ ആയിരിക്കും. സെയിം കളറായിരിക്കും എന്ന് ഞാൻ പറയില്ല, ചിലപ്പോൾ ഡിഫറൻസ് വരും. ഇതിപ്പോൾ നമ്മളൊരു സിമ്പിളായിട്ടുള്ളൊരു നൈലോൺ ബാൻഡിൽ നിങ്ങൾ ജസ്റ്റ് ഈ 2 ഫ്ലവറും കൂടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ തന്നെ കുട്ടികൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ കൂടെ വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ 2 ഫ്ലവർ മാത്രം സ്റ്റിക്ക് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ക്വാളിറ്റിയുള്ള ക്ലോത്താണ്, സാറ്റിൻ അല്ല കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഇതേപോലെയുള്ള ഈ ഒരു ഫറിൻ്റെ പീസ്. ഓക്കെ, ഇതിൻ്റെ സെൻറ്ററിൽ നിങ്ങൾക്ക് ബീഡോ സ്റ്റോണോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടൊരു ബട്ടർഫ്ലൈ ബീഡ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ സെൻറ്ററിൽ കൊടുത്തതിന് ശേഷം ഡയറക്റ്റായിട്ട് നൈലോൺ ബാൻഡിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഈ ഒരു ഫറിൻ്റെ പീസ് എന്ന് പറയുന്നത് ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ റെഡ് ആയിരിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ പിങ്ക് ആയിരിക്കും. ഇത് 2ആണ് നമ്മുടെ സ്റ്റോക്ക് ഉള്ളത്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു കളറായിരിക്കും ഉണ്ടാവുക. അടുത്ത ഫ്ലവർ വരുന്നത് ഇതേപോലെയുള്ളൊരു പിയോണി ഫ്ലവർ. ഇതും ഈ പറഞ്ഞതുപോലെ ഒറ്റ പീസ് ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു 3 ഫോം ഫ്ലവർ. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പിയോണിയുടെ 2 സൈഡിൽ ആയിട്ട് നിങ്ങൾക്ക് ഫോം ഫ്ലവേഴ്സ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനും പറ്റും. നെക്സ്റ്റ് വരുന്നത് ഇതുപോലെയുള്ള
ഒരു ഓർഗൻസ റിബണിൻ്റെ പീസാണ്, വയേർഡ് ഓർഗൻസയാണ്. ഇത് വെച്ചിട്ട് സിമ്പിളായിട്ടൊരു ബോ ചെയ്യുന്ന വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ബീഡ്സ് വെച്ചിട്ട്. അതുപോലുള്ള സെയിം ബോ ചെയ്തിട്ട് നിങ്ങൾക്കത് എന്താ പറയുക, ഈ ഒരു നൈലോൺ ബാൻഡിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതിയാവും. നെക്സ്റ്റ് വന്നിട്ടുള്ള ഈ ഒരു ബോയുടെ സെൻറ്ററിൽ നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്, അതായത് ഈ ഒരു ബോയുടെ സെൻറ്ററിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാം. ഈ ഒരു സ്റ്റോൺ ഷീറ്റ് സ്റ്റിക്കറുള്ള ടൈപ്പ്. പിന്നെ ഇതുപോലെയുള്ള ഒരു ഫർബോൾ, വൈറ്റ് തന്നെ ആയിരിക്കും ഫർബോൾ എന്തായാലും ഉണ്ടാവുക. ഇതുപോലെയുള്ള ഒരു ഫർബോൾ ഉണ്ടാവും. ഈ ഫർബോളും നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് നൈലോൺ ബാൻഡിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള ഈ ഒരു സ്റ്റോൺ ഉണ്ടല്ലോ, ഇതുപോലെ ഒരു സ്റ്റോൺ ഉണ്ടാവും. പിന്നെ 3 mm 2 mm 6 mm വരുന്ന കുറച്ച് വൈറ്റ് ബീഡ്സ് ഉണ്ടാവും. അത് നിങ്ങൾക്ക് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫർബോളിൻ്റെ സെൻറ്ററിൽ സ്റ്റോണും സൈഡിൽ ബീഡ്സും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ സെൻറ്ററിൽ ഈ ഒരു ബട്ടർഫ്ലൈ സ്റ്റിക്ക് ചെയ്തിട്ട് അതിൻ്റെ ചുറ്റും നിങ്ങൾക്ക് ഈ ഒരു വൈറ്റ് ബീഡ്സ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഫ്ലവറിൻ്റെ സെൻറ്റർ പോർഷനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കുഞ്ഞ് വൈറ്റ് ബീഡ്സ് ഉണ്ടല്ലോ അത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു കിറ്റിൽ വരുന്നത്. ഈ ഒരു കിറ്റിന് റേറ്റ് വരുന്നത് 270 രൂപ ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ചാർജസ് ആണ് കേട്ടോ. ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരില്ല. 270 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ കിറ്റിനകത്ത് നിന്ന് ഒരൈറ്റം മാറ്റി തരുമെന്ന് ആരും ചോദിക്കരുത്, കാരണം നമ്മൾ ഓൾറെഡി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് മാറ്റുക എന്ന് പറയുന്നത് പോസിബിൾ ആയിരിക്കില്ല. ഒരുപാട് പേരിങ്ങനെ ന്യൂ ബോൺസിൻ്റെ കിറ്റ് തരുമെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ നൈലോൺ ബാൻഡ്സ് നമുക്കറിയാം വയർ ഹെയർ ബോയിനെക്കാളും എത്രയോ മടങ്ങ് റേറ്റ് കൂടുതലാണ് നമുക്ക് നൈലോൺ ബാൻഡ് എന്ന് പറയുന്ന ഒരു ഐറ്റം. അതും ക്വാളിറ്റിയുള്ള നൈലോൺ ബാൻഡിന് കുറച്ച് റേറ്റ് കൂടും. നമുക്ക് ക്വാളിറ്റി കുറവിന് കിട്ടാറുണ്ട്. 10 രൂപയ്ക്കും 12 രൂപയ്ക്കൊക്കെ സെയിൽ ചെയ്യാൻ പറ്റും. എൻ്റെ അടുത്ത് ഒരു തവണ ഉണ്ടായിരുന്നു, ഞാനത് ഓൾറെഡി ആ ഒരു റേറ്റിനാണ് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു ബാൻഡിൻ്റെ ക്വാളിറ്റി അല്ല ഈ ഒരു ബാൻഡിനുള്ളത്. അപ്പോൾ അങ്ങനെ ക്വാളിറ്റി കൂടുന്നതോടെ നിങ്ങൾക്ക് റേറ്റിൽ വ്യത്യാസം വരും. ഓക്കെ, അപ്പോൾ ക്വാളിറ്റി ഉള്ള നൈലോൺ ബാൻഡ് ആയത് കാരണമാണ് ഇത്രയും റേറ്റ് വരുന്നത്. കിറ്റിൻ്റെ റേറ്റ് 270 രൂപ ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ചാർജസ് ആണ്. ഫ്രീ ഷിപ്പിംഗ് ആണ്, എക്സ്ട്രാ ഷിപ്പിംഗ് വരില്ല. ഓക്കെ, അപ്പോൾ ആവശ്യമുള്ളവർ താഴെ കൊടുത്തിട്ടുള്ള വാട്സപ്പ് വാട്സപ്പിൽ നമുക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ. വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്